മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നതെന്ന് കെ.ടി. ജലീൽ. പണത്തോടുള്ള അമിതമോഹമാണ് പ്രധാന കാരണം. ലഹരിക്കടത്തും വിതരണവും തെറ്റല്ലെന്ന് അവർ കരുതുന്നു. മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം. ഭാവിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കെ.ടി. ജലീൽ പറയുന്നു. MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, കെ.ടി. ജലീലിന് ഇതിലപ്പുറം എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക? കാരണം കുറേ മാസങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഈ ലഹരിക്കടത്തിൽ പിടിയിലാകുന്ന യുവാക്കളിൽ 99% ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ളതാണ്. മദ്രസകളിൽ പഠിച്ചവർ ലഹരിക്കേസിൽ പിടിയിലാകുന്നതിൽ വലിയ ആശങ്ക കെ.ടി. ജലീൽ പങ്കുവെക്കുന്നുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും ഈ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ ലഹരിക്കെതിരെ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഈ പരിശോധനകളിലെല്ലാം തന്നെ നേരത്തെ ദീലിമ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ് എല്ലായിടങ്ങളിൽ നിന്നും ഭൂരിഭാഗവും പിടിയിലാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു ഇഫ്താർ സംഗമത്തിൽ ഈ ജലീലിൻ്റെ ഈ ഒരു വിവാദമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പരാമർശം ഉണ്ടായിരിക്കുന്നത്, പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ആളുകൾ തന്നെയാണ് ഇത്തരമുള്ള കേസുകളിൽ കൂടുതൽ അറസ്റ്റിലായ അദ്ദേഹം പ്രധാനമായും ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത്? നേർവഴിക്ക് പോയി നന്നായി പഠിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സന്മാർഗത്തിലൂടെ പോകാനുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ. അതിനുള്ള മതപഠനമാണ് അവർക്ക് നൽകുന്നത്. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ വഴിപിഴച്ചു പോകുന്നതെന്നാണ് അദ്ദേഹം ഈ പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഇതിനെതിരെ കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകണം. കാരണം അത്ര വലിയ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഈ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ സന്മാർഗത്തിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചെറുപ്രായത്തിൽ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കൃത്യമായി പകർന്നു നൽകിയിട്ടും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ വഴിപിഴച്ചു പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും മുസ്ലിം സംഘടനകൾ കൂടി ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്നത്, കെ.ടി. ജലീൽ ആവശ്യപ്പെടുന്നത്, ഒരു കൂട്ടായുള്ള ഒരു പരിശ്രമം ഈ വിഷയത്തിൽ ഉണ്ടാകണം. എല്ലാവരും ഒരുമിച്ചിരുന്ന ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കാണണം. എന്തായാലും ഈ ഒരു വിഷയം വലിയ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ഒരു ചർച്ച കൂടിയാകുകയാണ്. നീലിമ, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.